നമസ്കാരം, ന്യൂസ് 7 TV വാർത്തയിലേക്ക് സ്വാഗതം. പെരുമ്പാവൂർ ഗുഡ്വിൽ ന്യൂട്രീഷൻ സെന്ററിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നോമ്പുതുറയും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. ക്ലബ്ബിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. സീനിയർ ന്യൂട്രീഷൻ വെൽനസ് കോച്ചുമാരായ CP ഹരിദാസ്, ഷിജി ഹരിദാസ്, PP ഡേവിസ്, ബിനി ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ക്ലബ്ബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂട്രീഷൻ പ്രോഗ്രാം പിന്തുടർന്നുള്ള നോമ്പുതുറ അംഗങ്ങൾക്കിടയിൽ വേറിട്ട അനുഭവമായി മാറി. തെറ്റായ ഭക്ഷണരീതി തിരുത്തി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിലൂടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് സഹായിക്കുകയും അതുവഴി സെന്ററിൽ വരുന്നവർക്ക് ആരോഗ്യപൂർണ്ണമായ ജീവിതം സാധ്യമാക്കുകയുമാണ് ഗുഡ്വിൽ ന്യൂട്രീഷൻ സെന്റർ ചെയ്തു വരുന്നത്. ഗുഡ്വിൽ ന്യൂട്രീഷൻ സെന്റർ പെരുമ്പാവൂർ ഒരു വർഷം പൂർത്തിയാക്കിയത് ഇന്നാണ്. 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ ക്ലബിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഇന്ന് SN ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ഇഫ്താർ വിരുന്ന് നടത്തി. എല്ലാവരും ന്യൂട്രീഷൻ എടുക്കുകയും നല്ല ആരോഗ്യം കൈവരിക്കുകയും ചെയ്ത ഒട്ടനവധിയായ 500ഓളം ഫാമിലിയാണ് ഈ ക്ലബ്ബുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ അഴിമുറിയിലുള്ള ഗുഡ്വിൽ ന്യൂട്രീഷൻ സെൻറ്റർ അടക്കം സമീപത്തുള്ള ധാരാളം സെൻറ്ററുകളെ ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു സെൻറ്റർ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർഷം കാലയളവിൽ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് മാറിയ ആ ഒരു സന്ദർഭത്തിലാണ് ഈ തവണത്തെ നമ്മുടെ റമദാൻ വ്രതം വരുന്നത്. പല നമ്മുടെ സുഹൃത്തുക്കളും ഈ ന്യൂട്രീഷൻ ഫുഡ് എടുത്തുകൊണ്ട് തന്നെ വളരെ എനർജറ്റിക്കായിട്ട് അവർ നോമ്പുകാലം ഇപ്പോൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് എല്ലാവരും ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി ഒരു കുടുംബ സംഗമം ഇന്ന് നടത്തി ഒരു ഇഫ്താർ വിരുന്ന് കഴിഞ്ഞ് നിൽക്കുകയാണ് ഞങ്ങൾ. പൊതുവിൽ എല്ലാവരും ധരിക്കും ഒരു ന്യൂട്രീഷൻ മാത്രം കഴിച്ചാണ് ആളുകൾ ഹെൽത്തി ആകുന്നത്. അല്ല, മറിച്ച് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ എല്ലാ ഫുഡുകളും യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ആ ആളുടെ ബോഡി പാരാമീറ്റേഴ്സ് കറക്റ്റ് ചെയ്തെടുക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം കോച്ചസ് ഞങ്ങളുടെ ടീമിലുണ്ട്. അവരെല്ലാവരും ധാരാളം ഫാമിലിയെ ഹെൽത്തി ആക്കിക്കൊണ്ടിരിക്കുന്നു, അവരും ഹെൽത്തി ആയിരിക്കുന്നു. അങ്ങനെ ഹെൽത്തി കമ്മ്യൂണിറ്റി സൃഷ്ടിച്ചുകൊണ്ട് ഈ പെരുമ്പാവൂരിൻ്റെ ഒരു ആരോഗ്യപരമായ മാറ്റത്തിന് വേണ്ടി ഞങ്ങൾ മുൻകൈ എടുക്കുന്നു.